എന്താ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ നിന്നെ ഉപദേശിച്ചത് ആര് എന്ന് യോഹന്നാൻ എന്തുകൊണ്ടാ പറയാൻ കാര്യം? വെറുതെ സർപ്പസന്തതികളെ ബ്രൂഡ് ഓഫ് സർപ്പൻ എന്നൊക്കെ പറഞ്ഞ വിളിക്കാൻ കാര്യം എന്താ? പറയാം, ഇത്രയുള്ള കാര്യം. ഉത്തരം പറഞ്ഞാൽ ഈ വിൽഡർനെസ്സിലാണല്ലോ യോഹന്നാന്റെ ശുശ്രൂഷ. ഡെസേർട്ട് അല്ല, വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ കുറ്റിക്കാടുകളും കുറച്ച് മണലരണ്യവും ഒക്കെ ആയിട്ടുള്ള സ്ഥലം. അവിടെ യോഹന്നാന്റെ സഞ്ചാരത്തിനിടയിൽ കുറ്റിച്ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഇലകളൊക്കെ വീണ് കൂട്ടം കൂടി കിടക്കും. അതിന്റെ അടിയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പ് പറ്റിയാണ് ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ മരുഭൂമിയിലെ ചെറിയ നീളം കുറഞ്ഞ പാമ്പുകൾ കയറി കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ കരിയിലക്കിടയിൽ ഉണങ്ങിയ ഇലകൾക്കടിയിൽ പാമ്പുകൾ സർവ്വസാധാരണം. പക്ഷെ വഴിയാത്രക്കാർ പോകുമ്പോൾ മിക്കവരും ഇന്നത്തെ പോലെ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല, വഴിയരികിൽ തന്നെ തീയൊക്കെ കൂട്ടി ഭക്ഷണം പാകം ചെയ്ത് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ച് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടൊക്കെ പോകുന്ന രീതിയല്ലേ. അങ്ങനെ വഴിയാത്ര പോകുന്നവർ അവർക്ക് വേണ്ടുന്ന വെള്ളം ചൂടാക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ഉണ്ടാക്കുകയോ ചായ ഇടുകയോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവര് വീണ്ടും യാത്ര തുടരും. ഇതിൽ നിന്നും കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന തീക്കനലോ തീപ്പൊരിയോ ഒക്കെ വന്ന് ഈ ഉണങ്ങിയ ഇല വന്ന് വീഴുകയോ അങ്ങനെ ആ കരിയില കത്തുകയോ ഒക്കെ ചെയ്യുമ്പോ ഈ കരിയിലക്കടിയിൽ എന്തുണ്ട്? പാമ്പും പാമ്പിന്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യുന്ന പരിപാടി എന്തെന്നറിയുമോ? ഞാൻ പറഞ്ഞു, പ്യുവർ ഡെസേർട്ട് അല്ല, വിൽഡർനെസ് ആവുന്ന ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ശകലം വെള്ളമുള്ള ചെറിയ കുളം കാണും. അവിടെ വന്നാണ് ഈ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ചെറിയ കുളം, നമ്മുടെ നാട്ടിലുള്ള വലിയ കുളങ്ങളിലെ ചെറിയ ഒരു അരുവി പോലെ ചെറിയൊരു സംഭവം കാണും. അവിടെ വന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഈ ജീവികൾക്കൊക്കെ എവിടെ വെള്ളമുള്ളതെന്ന് അറിയാം. ഈ കരിയിലൊക്കെ തീ പിടിച്ച് ചൂട് കൂടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇതുങ്ങളെല്ലാം കൂടെ നേരെ ഓടിച്ച് നീ വെള്ളത്തിലോട്ടാണ് വീഴുന്നത്. മനസ്സിലായോ? ഈ തീക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ ഈ പാമ്പെല്ലാം കൂടെ ചെന്ന് വെള്ളത്തിൽ ചാടുന്നത് യോഹന്നാൻ പലതവണ കണ്ടിട്ടുണ്ട്. തീക്കകത്തുനിന്ന് രക്ഷപ്പെടാൻ പാമ്പെല്ലാം കൂടെ ഓടിച്ചെന്ന് വെള്ളത്തിൽ ചാടുന്നത് പോലെ യോഹന്നാൻ സ്നാനം നടത്തിക്കൊണ്ടിരുമ്പോ ഈ ആൾക്കാർ വന്നപ്പോ യോഹന്നാൻ ചോദിക്കുക, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്ത് നിന്ന് ഒഴിഞ്ഞു പോവാൻ നിങ്ങൾ ഉപദേശിച്ചത് ആര്? കണ്ടോ? മൊമെന്റ് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ യോഹന്നാൻ ഇത് കണ്ടിട്ടുണ്ട്, അറിയാം. അതിനോട് താരതമ്യം ചെയ്ത് പറഞ്ഞതാ, അല്ലാതെ അവരെല്ലാം അവഗണിച്ചൊന്നും വിളിച്ചതല്ല. സർപ്പസന്തതികളെ എന്ന് പറഞ്ഞാല് ഈ കരിയിലൊക്കെ തീ പിടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഓടി വന്ന് പ്രാണരക്ഷാർത്ഥം വെള്ളത്തിൽ ചാടുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഇതിങ്ങള് പ്രാണരക്ഷാർത്ഥം വന്ന് വെള്ളത്തിൽ ചാടുന്ന പോലെ നീയും കാര്യം അറിയാതെ കണ്ടുവന്ന് എന്റെ മുമ്പിൽ ഈ വെള്ളത്തിൽ ഒന്ന് ചാടുന്നത് എന്തിനാന്നേ ചോദിച്ചതിന് അർത്ഥമുള്ളൂ. അവിടെ നമ്മള് സഭയിൽ എഴുതിയിട്ടുണ്ട്, വിശ്വാസികളെ സർപ്പസന്ധ്യത്തെ വിളിച്ചാച്ച സുഖം ഒന്ന് ആലോചിച്ച് നോക്കിയേ. യോഹന്നാൻ വിളിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എനിക്ക് വിളിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിനാണ് ഞാൻ പറഞ്ഞത്, ആ ബാക്ക്ഗ്രൗണ്ടും ആ മൊമെന്റും ആ റേസും ആ സോഷ്യൽ സെറ്റിംഗ്സ് ഫെമിലിയായും ഒക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ വേണ്ടതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കൈയടിച്ച് ബഹളം പിടിച്ച് ദൈവാത്മാവിനെ കാണിക്കുന്നു സർപ്പസന്തതി എന്നൊക്കെ പറഞ്ഞ് ദൂത് പറഞ്ഞാൽ ബഹളം വെക്കാം, അതിന് പുറകെ പോകുന്നവർക്ക് പോകാം. പക്ഷെ റിയാലിറ്റി എവിടെ കിടക്കുന്നു, നമ്മുടെ പോക്കിതിലേ വരുന്നു. അങ്ങനെ ആകാതിരിക്കാൻ ഞാൻ പറയുന്നത് സോഷ്യൽ സെറ്റിംഗ്. ഞാൻ പറഞ്ഞ കൂട്ടർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് അവരുടെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഹീബ്രു ഓഫ് ഹീബ്രൂസ് രണ്ടാമത്തെ കൂട്ടര്. ഒന്നാമത്തെ കൂട്ടരുടെ കാര്യം നിങ്ങൾ മറന്നുപോയോ? ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് അവരാണ് ആ സൊസൈറ്റി ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ, മഹാധനികരാണ്. അപ്പോൾ തന്നെ സാമ്പത്തികമായ സ്വാധീനം ഉള്ളത് കൊണ്ട് അധികാരം നടത്തുന്നതിനും റൂളിംഗ് പാർട്ടികളായിട്ട് നിലകൊള്ളുന്നതും ഈ ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ് ആണ്. യെരുശലേമിലെ 5 പ്രധാന ഉത്സവങ്ങൾ നടത്തുന്നത് അവരാണ്. മാത്രമല്ല തിരുവച്ച് വ്യാഖ്യാനിക്കാനുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഒക്കെ സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ട് ഇവരാണ്. കർത്താവ് ഏറ്റവും വെറുത്ത കൂട്ടരും ഇവരാണ്. അത് മറക്കരുത്. കർത്താവ് ഏറ്റവും അധികം വെറുത്ത
യഹൂദന്മാരുടെ ഒരു വിഭാഗമാണ് ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. രണ്ടാമത്തെ കൂട്ടരാണ് ഞാൻ പറഞ്ഞത് ഹീബ്രു ഓഫ് ഹീബ്രൂസ്, യഹൂദനിൽ നിന്നുള്ള യഹൂദൻ. അമ്പ മോശക്കാരെല്ലാവരും. അവരെ കുറിച്ച് പറഞ്ഞത് അവരാണ് ഈ ഇസ്രായേലിൽ വന്നതിന് ശേഷം ഒരു കാരണവശാലും ഇസ്രായേൽ വിട്ടുപോകാതെ അവിടെ തന്നെ പാർത്ത ഒരു കൂട്ടരാണ് ഹീബ്രു ഓഫ് ഹീബ്രൂസ്. നമുക്കറിയാം പല പ്രാവശ്യം ഇവർക്ക് ചുറ്റുപാട് രാജ്യങ്ങളിൽ ആക്രമണം ഉണ്ടായി. അശൂർ രാജ്യം വന്ന് ആക്രമിക്കുന്നു, വടക്കൻ രാജ്യത്തെ തകർത്ത് കളഞ്ഞു, അവിടെ ആൾക്കാരെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ബാബിലോൺ സാമ്രാജ്യം വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു, അവിടെ യഹൂദിനുള്ളവരെ കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകുന്നു. പിന്നീട് പേർഷ്യൻ സാമ്രാജ്യം വന്ന് മൊത്തം തൂത്തുവാരിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവര് പ്രവാസത്തിലാകുന്നു. അങ്ങനെ ഒരുപാട് തിക്താനുഭവം കൂടെ പോയ ഒരു ജനവിഭാഗമാണ് ഇസ്രായേൽ പാർക്കുന്ന യഹൂദന്മാർ, സംശയമൊന്നുമില്ല. എന്നാൽ ഇസ്രായേൽ വന്നതിന് ശേഷം അവർ പിന്നെ ഉണ്ടായ യാതൊരു പ്രശ്നങ്ങളുടെ നടുവിലും ഇസ്രായേൽ വിട്ടുപോകാതെ അവിടെ തന്നെ പാർത്തിരുന്ന ആളുകൾ, ഒരു കാരണവശാൽ ഇസ്രായേൽ വിട്ടു പോകാതെ അവിടെ തന്നെ പാർത്തവരാണ്. അതുകൊണ്ട് അവർക്ക് സ്വയം ഒരു തോന്നലുണ്ടായിരുന്നു, ദേ ആർ ഹോളിയർ ദാൻ അതേഴ്സ്. ഹോളിയസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഹോളിയർ വരെ വന്നുള്ളൂ. മറ്റുള്ളവരെക്കാൾ അതിവിശുദ്ധരാണ് ഞങ്ങൾ എന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അങ്ങനൊരു കൂട്ടരാണ് ഹീബ്രു ഓഫ് ഹീബ്രൂസ്. അതുകൊണ്ടാണ് ഈ പൗലോസ് ഒരിക്കൽ പറഞ്ഞ വാചകം നോക്കുന്നുണ്ടോ, വല്ലതും പറയാനുണ്ടെങ്കിൽ എനിക്കും പറയാനുണ്ട്, ഞാൻ യഹൂദൻ ജനിച്ച യഹൂദൻ. പൗലോസ് ഒരിക്കൽ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? എബ്രായൻ ജനിച്ച എബ്രായൻ പറയുന്നില്ലേ? യെസ് എന്ന് പറഞ്ഞാൽ പുകഴ്ച പറയാനാണെങ്കിൽ എനിക്കും ഉണ്ട്, വല്ലതും തലക്കനം വെച്ചത് പറയുകയാണെങ്കിൽ എനിക്കും പറയാനുണ്ടെന്നാണ് പൗലോസ് പറഞ്ഞു വെച്ച എന്റെ അർത്ഥം. ഞാൻ നിസാരക്കാരനല്ല, ട്രാൻസ് യൂഫ്രട്ടീസിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളല്ല, ഹെലനിക്കും അല്ല, ഡയസ്പെര ജ്യൂസും അല്ല, ഞാൻ ഹീബ്രു ഓഫ് ഹീബ്രൂസ് ആണ് എന്നാണ് പൗലോസ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകണ്ട. ആ കാറ്റഗറി ഏതാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ചിന്ത അനുസരിച്ച് അവരാണ് മറ്റ് ഇതര ആളുകളിൽ നിന്നും അതിവിശുദ്ധരെന്ന് സ്വയം ചിന്തിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം ആളുകളാണ് ആര്? ഹീബ്രു ഓഫ് ഹീബ്രൂസ്. ഒന്നാമത്തെ കൂട്ടം മറക്കരുത്, ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. രണ്ടാമത്തെ യഹൂദന്മാരുടെ വിഭാഗം ഏതാണ്? ഹീബ്രു ഓഫ് ഹീബ്രൂസ് അഥവാ യഹൂദന് ജനിച്ച യഹൂദൻ. മൂന്നാമത്തെ കൂട്ടരാണ് ഡയസ്പെര ജ്യൂസ്. ഡയസ്പെര ജ്യൂസ് എന്ന് പറയും. അവരെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇവര് ഞാൻ എന്താ പറഞ്ഞ പോലെ പ്രവാസിലേക്കൊക്കെ പോയി, ബാബിലോൺ പ്രവാസിലേക്കൊക്കെ പോയി അവിടെയുള്ള ആൾക്കാരുമൊക്കെയായി ഇടപെട്ട് സഹകരിച്ചും പിന്നീട് ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന തലമുറയൊക്കെയാണ് അവർക്കുണ്ടായത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഡയസ്പെര ജ്യൂസിന് ഒരു ഗുണമുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് മറ്റിടങ്ങളിലാണെങ്കിലും ബാബിലോണിലാണെങ്കിലും എവിടെ ആണെങ്കിലും ശരി, അവരവരുടെ പൗരത്വ സിറ്റിസൺഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാ വർഷവും യെരുശലേമിൽ വന്ന് ദേവാലയത്തിന്റെ തൂക്കപ്രകാരം 1/2 ശേക്കൽ വെള്ളി കൊടുത്ത് അവരുടെ പൗരത്വം ഉറപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഈ ഡയസ്പെര ജ്യൂസ്. മറക്കരുതേ, ഈ ഡയസ്പെര ജ്യൂസിന്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞത്. അവര് പലയിടത്തായി ചിതറപ്പെട്ടു പോയി, പല രാജ്യങ്ങളായി ചിതറപ്പെട്ടു. എവിടെയായിരുന്നാലും ഇവരെന്ത് ചെയ്യും? എല്ലാ വർഷവും അവരുടെ പൗരത്വം ഉറപ്പാക്കാൻ യെരുശലേമിൽ വരികയും അവരുടെ ജ്യൂസ് സിറ്റിസൺഷിപ്പ് ഉറപ്പാക്കുന്നതിന് ദേവാലയത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ വെള്ളി കൊടുത്ത്, പ്രധാനമായും പെസഹയ്ക്കാണ് നിർബന്ധമായിട്ടും വരേണ്ടത്. ആ പെസഹ ദിനത്തിൽ അവിടെ വന്ന് 1/2 ശേക്കൽ വെള്ളി കൊടുത്ത് അവരുടെ പൗരത്വം ഉറപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായ ഒരു കൂട്ടം ആളുകൾ ഡയസ്പെര ജ്യൂസ്. അവരിൽ ഒരു നല്ല ശതമാനം ആളുകളും എത്യോപ്യൻസ് ആയിരുന്നു. ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന
എത്യോപ്യൻസ് ആയിരുന്നു ഈ ഡയസ്പൊറ ജ്യൂസിൽ അധികം ആളുകൾ, മറക്കരുത്. അപ്പോൾ എത്യോപ്യൻസ് ആയിട്ടുള്ള നല്ല ഒരു കൂട്ടം യഹൂദന്മാർ യെരുശലേമിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. കർത്താവിന്റെ കാലത്ത് അവരെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത്. അവർ പല രാജ്യങ്ങൾ ചിതറപ്പെട്ടു പോയെങ്കിലും എല്ലാ വർഷവും പെസഹ പെരുന്നാളിന്റെ അന്ന് യെരുശലേമിൽ മടങ്ങി വരികയും അവിടെ വന്ന് ദേവാലയത്തിന്റെ തൂക്കപ്രകാരം 1/2 ശേക്കൽ വെള്ളി കൊടുത്ത് അവരുടെ പൗരത്വം ഉറപ്പാക്കിയിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഡയസ്പൊറ ജ്യൂസ്. അപ്പോൾ ഞാൻ ഇത്രയും വിശദമാക്കി പറഞ്ഞു വരാൻ കാരണം കർത്താവ് ഇടപെട്ട് സഞ്ചരിച്ച ശുശ്രൂഷ ചെയ്ത ആളുകൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ച് നല്ല ഒരു ഗ്രാഹ്യം നമുക്കുണ്ടായിരിക്കണം. കർത്താവിന്റെ ജനനം ബേത്ലഹേമിലായിരുന്നെങ്കിലും താൻ വളർന്നും ശുശ്രൂഷ ചെയ്തതുമായ സ്ഥലം ഗലീലയാണ്. ഗലീലിലെ ആൾക്കാരും ശ്രദ്ധിക്കണം. ഞാൻ അടുത്ത് പറഞ്ഞതിന് മുമ്പ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച 4ാമത്തെ കൂട്ടം ഞാൻ പറയാം. ഗലീലയിലെ ഏറ്റവും വലിയ പ്രത്യേകത, ആ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഇസ്രായേലിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു. ഇഫ് യു വാണ്ട് ടു ബി റിച്ച്, ഗോ ടു ഗാലിലി. ഇഫ് യു വാണ്ട് ടു ബി വൈസ്, ഗോ ടു ജൂഡിയ. എന്ന് പറഞ്ഞാൽ, നിനക്ക് സമ്പന്നനാണോ, നീ ഗലീലയ്ക്ക് പോകും. നിനക്ക് വല്ല വിവരം വെക്കണമെന്നുണ്ടോ, യഹൂദയ്ക്ക് പോകും എന്നാ പറയും. കാരണം ഗലീലയിലെ പ്രത്യേകത, അവിടെ ആരും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഒരു പിള്ളേരെയും പള്ളിക്കൂടത്തിൽ വിടത്തുമില്ല. അവരുടെ പ്രധാന പരിപാടി ആ ഗലീല എന്ന ദേശത്തിന്റെ, ആ സ്ഥലത്തിന്റെ ഫലദായകമായ അവസ്ഥയും ഫലപുഷ്ടിയും കൊണ്ട് എല്ലാവിധമായ കൃഷിയും വളരെ സമ്പൽ സമൃദ്ധമായി വളരുന്നൊരു ദേശമാണ് ഇത് ഗലീലി. അതുകൊണ്ട് അവിടെ ആരും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പള്ളിക്കൂടം അവിടെ ഇല്ല, ഉണ്ടായിട്ടുണ്ടെ പോകാൻ. കാരണം അതിന് ആവശ്യമില്ല. എല്ലാം ചെറുപ്പം മുതലേ അവർ പോകുന്ന കൃഷിപ്പണി, ജോലി ചെയ്യുക, അധ്വാനിക്കുക, ജോലി ചെയ്യുക. അത് അവരെ സംബന്ധിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ യഹൂദയെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും സ്കൂളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതുകൊണ്ടാണ് അവരുടെ അങ്ങനെ ഒരു ശൈലി തന്നെ ഉണ്ടായി. ഇഫ് യു വാണ്ട് ടു ബി റിച്ച്, ഗോ ടു ഗാലിലി. ഇഫ് യു വാണ്ട് ടു ബി വൈസ്, ഗോ ടു ജൂഡിയ എന്നൊരു പറച്ചിൽ തന്നെ ഉണ്ടായി. യഹൂദന്റെ ഒരു പ്രത്യേകതയാണ്, സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ചെയ്യുമ്പോഴും തന്നെ ഫിസിക്കൽ എഫേർട്ട് അല്ലെങ്കിൽ ശാരീരികമായ അധ്വാനം യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്നും ലോകത്തിൽ യുദ്ധമൊക്കെ നടക്കുന്നു. ഞാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും അസുഖങ്ങൾ കുറഞ്ഞിരിക്കുന്ന ജനവിഭാഗം യഹൂദനാണ്. നമുക്കറിയാമോ ആ കാര്യം? അപ്പോഴത്തെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഫ്രൂട്ട്സും മറ്റു സാധനങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഒരു വിഭാഗവും ഇസ്രായേലാണ്, അല്ലെങ്കിൽ ആ ജനവിഭാഗമാണ്. അവരുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 5 സെന്റ് സ്ഥലമേ ഉള്ളെങ്കിൽ ശരി, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ 5 സെന്റിനകത്ത് എന്തെല്ലാം കൃഷി ചെയ്യാമോ, എങ്ങനെയെല്ലാം അധ്വാനിക്കാമോ, ആരായിരുന്നാലും, ആ ഡോക്ടറായാലും ശരി, എഞ്ചിനീയർ ആയാലും ശരി, മറ്റെന്ത് ജോലി ഉണ്ടെങ്കിലും ശരി, യഹൂദന്റെ സിസ്റ്റമാണ്. രാവിലെ എഴുന്നേറ്റാൽ അവൻ പറമ്പിൽ നന്നായിട്ട് അധ്വാനിക്കും. എന്നിട്ട് ആ കൃഷിയിൽ കിട്ടുന്ന വിളവുമായിട്ട് അവൻ സിറ്റി സെന്ററിലോട്ട് ചെല്ലും. അവന്റെ കയ്യിലുള്ള തന്റെ അധ്വാനിച്ച് കിട്ടിയ വിളവിൽ നിന്നുള്ളത് സിറ്റി സെന്ററിൽ വെക്കും. എന്നിട്ട് തനിക്ക് ആവശ്യമുള്ളത് എന്താണോ അത് താൻ എടുക്കും. താൻ കൊണ്ടിരുന്നത് അവിടെ ഓഫർ ചെയ്യും. കാശ് കൊടുത്തിട്ടൊന്നുമില്ല, അവരുടെ ഒരു സിസ്റ്റമാണ്. അവിടെ എല്ലാവരും അവനവന്റെ പറമ്പിൽ വസ്തുവിൽ അധ്വാനിച്ചിരിക്കും, ജോലി ചെയ്തിരിക്കും. അത് അവരുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീനായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ശാരീരികമായ അധ്വാനത്തിന് ഒട്ടും പിന്നിലല്ല. 30 വർഷം നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് 3.5 വർഷം ശുശ്രൂഷക്കറിഞ്ഞത്. നന്നായിട്ട് അധ്വാനിച്ചു. ആശാരിപ്പണി അത്ര മോശം പണി, ശരിക്കും അധ്വാനിച്ചു. പൗരുഷക്കാർ നന്നായിട്ട് അധ്വാനിച്ചു. ദേവദാസന്മാരൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഫിസിക്കൽ എഫേർട്ടും അധ്വാനവും ഉണ്ടായിരിക്കണം. വളരെ നല്ലതാണ്. പോട്ടെ, ഞാൻ മടങ്ങി വരാം. അപ്പോൾ ഗലീലയിലെ സംഭവം ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഗലീലയിലെ പ്രത്യേകതയാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ആരെ സ്കൂളിൽ വിടാറുമില്ല, എല്ലാവരും കൃഷിയും കാര്യങ്ങളുമായിട്ട് പോകും.
യഹൂദയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും സ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാത്രമേ ഉള്ളൂ. അതിന്റെ വ്യത്യാസം അവിടെ ഇവർക്കൊന്നും തന്നെ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമ്പന്നനാണെങ്കിൽ ഗലീലയ്ക്ക് പോയിക്കോ, വിവരം വെക്കണമെങ്കിൽ യഹൂദിക്ക് പൊക്കോ എന്നുള്ള ശൈലി തന്നെ അവരുടെ ഉണ്ടാക്കാൻ കാരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതറിയാമോ, ആ ഒരു അവർക്ക് ആ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചു, അവരുടെ ഡയലക്റ്റ് വ്യത്യാസമുണ്ട്. അവരുടെ മാതൃഭാഷയായ എബ്രായ ഭാഷ അവർക്ക് അറിയത്തില്ല. അത് പറയുമ്പോൾ എല്ലാം കുഴഞ്ഞു പോകും. മാതൃഭാഷയും രാഷ്ട്രഭാഷയുമാണ് എബ്രായ ഭാഷ, അത് അവർക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഗലീലുള്ളവർക്കുണ്ടായിരുന്നു. ഗലീലക്കാരെ എബ്രായ ഭാഷ പറഞ്ഞ് കേൾക്കുമ്പോഴേ അറിയാം. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അടുത്തൊരു കാര്യം പറയട്ടെ, ഈ ജനത്തിന്റെ ഇടയിലായിരുന്നു 85% കർത്താവ് ടൈം സ്പെൻഡ് ചെയ്ത് ശുശ്രൂഷ ചെയ്തത്. കണ്ടോ? പള്ളിക്കൂടത്തിൽ പോകാത്ത, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത, 24 മണിക്കൂറും കൃഷി അധ്വാന കാര്യങ്ങൾ മാത്രം കഴിയുന്ന, സംസാരിച്ചാൽ പോലും നേരെയോ വർത്താനം പറയാൻ ഒക്കാത്ത, അല്ലേ? ഏത് കാര്യം ചെയ്തില്ല. പത്തോസിന്റെ കുന്ന ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. പെടലിക്കിട്ട് വെട്ടുമ്പോ ചെവി പോകുമ്പോ അതെന്നാ വിട്ടുവെട്ടിട്ട, അല്ലേ? പക്ഷെ അങ്ങനെയുള്ള ജനത്തിനിടയിലായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ 85%. സമയമായി, ഞാൻ അടുത്തും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 4ാമത്തെ കൂട്ടരാണ് ഹെലനിക് ജ്യൂസ്. ഒന്നാമത്തത് മറന്നുപോകരുത്, ട്രാൻസ് യൂഫ്രട്ടീസ് ജ്യൂസ്. 2 ഹീബ്രു ഓഫ് ഹീബ്രൂസ്. 3 ഡയസ്പൊര ജ്യൂസ്. 4 ഹെലനിക് ജ്യൂസ്. ഏതാണ് ഈ ഹെലനിക് ജ്യൂസ്? മറന്നുപോകരുതേ. ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ, യഹൂദന്മാർ പല സന്ദർഭങ്ങളിലായി ദേശത്ത് പലയിടത്തേക്ക് സ്കാറ്റർ ചെയ്ത് പോയി, പ്രവാസികളൊക്കെ പോയ കാലഘട്ടം അവർക്കുണ്ടായി. അത് നമുക്കറിയാം. എന്നാൽ ഈ യഹൂദന്മാർ ദേശത്തില്ലാതിരുന്ന കാലത്ത് ആ ദേശം മുഴുവൻ യവനക്കാർ അല്ലെങ്കിൽ ഗ്രീക്കുകാർ, യവന ഭാഷക്കാർ ചെയ്തറിയാമോ, ആ ദേശം മുഴുവൻ ഗ്രീക്ക് ക്ഷേത്രങ്ങൾ കൊണ്ടങ്ങ് നിറച്ചു. എങ്ങോട്ട് തിരിഞ്ഞാലും യവന എന്താ പറയാ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും മാത്രമായി. അപ്പൊ അവിടെ താമസിച്ചിരുന്ന സാധുക്കളായ യഹൂദന്മാർ രാവിലെ എഴുന്നേൽക്കുന്നതും അവര് കിടക്കുന്നതും ഉറങ്ങുന്നതും എഴുന്നേക്കുന്നതുമെല്ലാം ഈ യവന ഭാഷക്കാർ ഗ്രീക്കുകാർ പണിത ക്ഷേത്രത്തിലെ ആരാധനയും അവിടുത്തെ പാട്ടും അവിടുത്തെ പ്രാർത്ഥനയും അവിടുത്തെ മന്ത്രോച്ചാരണവും എല്ലാം കേട്ടോണ്ടാണ് ഇവർ കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം. അപ്പൊ ഇവർക്കിടയിൽ ഈ യവന ക്ഷേത്രങ്ങൾ വന്ന് കുടിയേറിയത് കൊണ്ട് മറ്റുള്ളവരെല്ലാം ഇവരെ വളരെ തിരസ്കരിച്ചാണ് കണ്ടിരുന്നത്. ആരെ? ഈ ഹെലനിക് ജ്യൂസിന്. അവരെ ശപിക്കപ്പെട്ടവരായി, നിർഗിഷ്ടന്മാരായി, അവരുടെ വഴിപാടോ സ്തോത്രകാഴ്ചയോ സമ്മാനങ്ങളോ എന്താ പറയാ ഒന്നും തന്നെ ആരും സ്വീകരിക്കില്ല. അതിന്റെ കാരണം മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ യഹൂദന്മാരുടെയിലെ ജ്യൂഷ് ദളിത് എന്ന വിഭാഗത്തിൽപ്പെട്ടാണ് ഇവരെ കണ്ടിരുന്നത്. ജ്യൂഷ് ദളിത് എന്ന വിഭാഗത്തിലാണ് ഹെലനിക് ജ്യൂസിനെ കണ്ടിരുന്നത്. മാത്രമല്ല യഹൂദൻ നിഷിദ്ധമായ എല്ലാ കാര്യവും ചെയ്യുകയും ചെയ്യും. യഹൂദൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യം ഈ ഹെലനിക് ജ്യൂസ് ചെയ്തിരുന്നു. ഇവന്മാരാണ് ഈ പന്നിയെ വളർത്തുകയും ഇവന്മാരുടെ പന്നിയുടെ മേലാണ് ലഘ്യം ബാധിച്ച് എല്ലാം കൂടെ ചെന്ന് കയറുകയും ഒക്കെ ചെയ്തത്. യഹൂദൻ പന്നിയെ വളർത്തുന്നു ഇല്ല. പക്ഷേ കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചതും ചേർത്ത് നിർത്തിയതും കൈത്താങ്ങൽ കൊടുത്തതും പരിഗണിച്ചതുമെല്ലാം ഈ ജ്യൂഷ് ദളിത് എന്ന വിഭാഗത്തിൽപ്പെടുത്തി മറ്റു 3 കൂട്ടരും അവജ്ഞയോടും അറപ്പോടും വെറുപ്പോടും കണ്ടിരുന്ന ഹെലനിക് ജ്യൂസിനെയാണ് കർത്താവ് ഏറ്റവും അധികം ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് എന്നുള്ള കാര്യം മറന്നുപോകും. ഒന്നുകൂടെ പറഞ്ഞ, സമൂഹത്തിൽ അവഗണന മാത്രം ഏറ്റുവാങ്ങിയവരെ കർത്താവ് കൈക്കൊണ്ടു, അവരെ യഥാസ്ഥാനപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറന്നുപോകരുത്, നമ്മൾ ഈ സുവിശേഷത്തിലേക്ക് പ്രവേശിച്ച
ഓരോ കാര്യങ്ങൾ വായിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടേ നിങ്ങൾ ഈ സുവിശേഷങ്ങൾ വായിക്കാവൂ. അതിന്റെ റേസ് ഏതാണെന്ന് നോക്കണം, ഇതിന്റെ മിലിയ ഏതാണെന്ന് നോക്കണം, ഇതിന്റെ മൊമെന്റ് ഏതാണെന്ന് നോക്കണം. റേസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 4 കാറ്റഗറിയിൽ ഏത് വിഭാഗവുമായിട്ടാണ് കർത്താവ് ഇപ്പോൾ ഡീല് ചെയ്യുന്നത്? ട്രാൻസ് ജ്യൂസ് ആണോ, അതോ ഹീബ്രു ഓഫ് ഹീബ്രൂസ് ആണോ, അതോ ഡയസ്പെറ ജ്യൂസ് ആണോ, അതോ ഹെലനിക് ജ്യൂസ്? ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടാണ് കർത്താവ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നിത്യാദി കാര്യങ്ങൾ നന്നായി വ്യക്തമായി തിരിച്ചറിഞ്ഞ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് സുവിശേഷങ്ങളോട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കണമെന്ന് ഓർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, വിലപ്പെട്ട സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഈ രാത്രി ഞങ്ങളുടെ മുമ്പാകെ ഇരിപ്പാനും വചനത്തിന്റെ ചില ഏടുകൾ പരിശോധിപ്പാനും ഒക്കെ കർത്താവ് കൃപ തന്നതുകൊണ്ട് സ്തോത്രം. ജോർജിയുടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തിരക്കേറിയ ജീവിതത്തിന്റെ നടുവിൽ അല്പനേരം വേറിട്ട് ഞങ്ങളുടെ വചനത്തെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ കർത്താവ് നൽകിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. ജോർജിയുടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കഴിയാതെ പോയ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർക്കുന്നു. തുടർന്ന് ഈ പഠനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. മഹത്വം എല്ലാം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയും കവിത ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിന്നുള്ള ക്രിസ്തുവിശുവിൽ ഇന്നും എപ്പോഴും കാക്കപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.